ഹലോ ഗായ്സ്, എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരിക്കൽ കൂടെ. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ എല്ലാവരും എണീറ്റ് വേഗം കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി പൂവിടുകയാണ് കേട്ടോ. രാവിലെ തന്നെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ തന്നെയാണ് പൂവിടുക. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാൻ. ഒരു സദ്യ തന്നെ ഒരുക്കണം, ചെറിയൊരു സദ്യ കേട്ടോ. തിരുവോണത്തിന് നന്നായിട്ട് ഒരുക്കും, ഉത്രാടത്തിനും ഇവിടെ സദ്യ ഒരുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേഗം പൂക്കളൊക്കെ ഇട്ടു, എല്ലാവരും കൂടെയാണ് ഇട്ടത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ പൂക്കളം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ കാണിക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, അത്രയും അലങ്കോലമായിരിക്കും അടുക്കള കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. പിന്നെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ വെക്കണതൊക്കെ ഞാൻ ഒറ്റയ്ക്ക്, പക്ഷേ കഷ്ണങ്ങളൊക്കെ നുറുക്കി തന്നതും തേങ്ങയൊക്കെ ചെറിയ തന്ന ആളാണ് കേട്ടോ. ആളില്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാരണം ആവില്ല, ഉച്ചയ്ക്ക് എന്നുള്ളത് വൈകുന്നേരം ആവും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ. പക്ഷേ കൂടെ ഒരാൾ സഹായത്തിന് ഉണ്ടാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ ഒരു 5 തരം കറിയും പായസം എല്ലാം വെച്ചു കേട്ടോ. ആരെയും നമ്മൾ ഓണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, എല്ലാവർക്കും കൂടെ വെച്ചുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ, ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് നിറയെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വേണ്ട വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ വീടിൽ നിന്ന് ഫസ്റ്റ് ഓണമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ആളുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിച്ചിട്ടാണ് ഞങ്ങൾ ഓണസദ്യയൊക്കെ ഒരുക്കിയത് കേട്ടോ. പക്ഷേ അന്ന് കുഞ്ഞൂസ് ചെറുതായിരുന്നു, അവന് പാല് കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടാതെ കിടന്നു തുടങ്ങും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കണ്ടോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടെ സമ്മതിക്കുന്നില്ലേ. അവൻ വിളമ്പി തരാൻ പറയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വന്ന് വിളമ്പി തരുന്നുണ്ട് എനിക്ക്. അതുപോലെ ഭക്ഷണം കഴിക്കാനേ സമ്മതിക്കില്ല, എൻ്റെ മടിയിൽ തന്നെ കയറി ഇരിക്കണം പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ലാസ്റ്റ് പിന്നെ TV ഒക്കെ ഇട്ട് കൊടുത്തു. എന്നാലും കാര്യമില്ല കേട്ടോ. അതുണ്ടോ വന്നിട്ട് എൻ്റെ പാത്രത്തിൽ അവിയിൽ വിളമ്പുകൊണ്ട് പുറത്തൊക്കെ വിളമ്പുമായിരുന്നു കേട്ടോ. ഇലയുടെ പുറത്തായിരുന്നു അവൻ വിളമ്പുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ അവന് ഇഷ്ടമുള്ള കാർട്ടൂൺ പാട്ട് വെച്ച് കൊടുത്ത് അവിടെ ഒരു മൂലയ്ക്ക് ഇരുത്തി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ശല്യമില്ല. അപ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞപ്പോൾ ആൾ കുറച്ച് നേരം നിന്ന് തരുന്നുണ്ട് കേട്ടോ. ചിരിച്ച് നിൽക്കാൻ പറഞ്ഞാൽ കുറച്ച് നേരം ചിരിച്ച് നിൽക്കുക. പറയാൻ പറ്റില്ല, ആളുടെ മൂഡ് അനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഒരു കാര്യം ഉണ്ടായിട്ടോ, എന്താ പറയുക, ഞാൻ പായസം വെച്ചത് ഗോതമ്പിൻ്റെ മിക്സ് വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. അത് അവസാനം പായസം കുറച്ചേ ഉള്ളൂ, കൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാലങ്ങടെ അതിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചതാണ്. നോക്കുമ്പോൾ പാലൊക്കെ പിരിഞ്ഞ് പായസം കുളമായി. ലാസ്റ്റ് കഴിക്കണ നേരമായില്ലേ. അപ്പോൾ ആളെന്ത് ചെയ്തു, ഹോട്ടലിൽ നിന്ന് പോയിട്ട് പായസം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന്. അത് കാര്യമില്ല, ചില സമയത്ത് അങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ നാളത്തെ ഓണത്തിന് സൂപ്പറായിട്ട് പായസം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ഓക്കെ പോട്ടെ സാരില്ല പറഞ്ഞു. ഇത്രയും കറികളൊക്കെ നീ ഉണ്ടാക്കിയല്ലോ, നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആൾ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ സമാധാനം. കഴിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നല്ലത് പറയണ്ടേ, അത് കേൾക്കുമ്പോഴല്ലേ സന്തോഷമല്ലേ, നമുക്ക് പിന്നെയും വെച്ചുണ്ടാക്കാൻ തോന്നുള്ളൂ. എനിക്കങ്ങനെയാണ് കേട്ടോ. നന്നല്ല, ഇതെന്തിന് പറ്റുമെന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് തിരിയാനേ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നന്നായിട്ടുണ്ട് പറഞ്ഞാൽ ഇനിയും അതിനേക്കാൾ നന്നായി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് എണീറ്റ് പോയി. ഇവർ പിന്നെ എന്തായാലും 2 മണിക്കൂർ പിടിക്കും, പ്രത്യേകിച്ച് പച്ചക്കറിയല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്ന് മെല്ലെ മെല്ലെ കഴിക്കുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ, റൈസായിട്ട് അമ്മയും അനിയന്മാരും അച്ഛനും അനിയൻ്റെ ഭാര്യ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടോ. അവിടെ നിന്ന് വരുമ്പോൾ ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു. പിന്നെ അമ്മ ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആൾ ഭയങ്കര എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ശരി പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.